നനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശം. നമ്മൾ മൈൻക്രാഫ്റ്റിന്റെ സീരിയസ് ആയിട്ട് നമ്മൾ അങ്ങനെ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് പേരെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 ആരും കാണാത്തവരാണെങ്കിൽ നിങ്ങൾ പോയി ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കാണണം. പാർട്ട് 1 നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 2 ആണെന്ന് നിങ്ങൾ വിചാരിക്കും. പാർട്ട് 2 തന്നെയാണ്. നമ്മൾ ട്രീ ഹൗസ് കുറേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാർട്ട് 1ൽ നിന്ന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ, നമ്മൾ കുറേ ചത്ത് പോയി. ഇപ്പം നമ്മൾ ഫുള്ളും ഇരുട്ടാണ്. ഇനി നമ്മുടെ നാളെ തോന്നുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു മൾട്ടിപ്ലെയർ സീരീസ് ഇടും. അപ്പം അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മളിന്ന് നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മൈനിങ് കുറവായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് രാവിലെ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് വെക്കാം. ചെസ്റ്റ് ആവശ്യമുണ്ട്. നമുക്ക് അത്യാവശ്യം സോഡ് നമുക്ക് ഉണ്ടാക്കാം. ഇതോടെ ധാരാളം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായി. നമ്മൾ ഒരു വട്ടം ഖത്തം ആയതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സൂക്ഷിച്ചിറങ്ങണം. പറയാനൊന്നും പറ്റില്ല. ഇവിടെ വേണമെങ്കിൽ നമ്മുടെ ഭൂതങ്ങൾ ഉണ്ടാവുക. അത് ഷിപ്പിനെ കിട്ടി. അതെന്തുറ്റാ സമയം കിട്ടിയില്ലേ? അവർ രണ്ടെണ്ണം ഉണ്ട്. ഇതെന്തുറ്റ സ്ഥലം? കുറേ മോബ്സ് ഇവിടെ ഫോം ആവുന്നുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ടോർച്ച് കുറേ വെച്ചേ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ടോർച്ച് വെച്ചേ പറ്റുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരും തോന്നുന്നത് ഗൈസ്. അവിടെ ഒരു മൈനിനുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഉണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, ഒരു മൈനിനുണ്ട്. അങ്ങോട്ട് പോയിട്ട് കുറച്ച് സ്റ്റോൺസ് കുറെ കളക്ട് ചെയ്യാം. ഗൈസ്, നമുക്ക് പെട്ടെന്ന് സ്റ്റോൺസ് കുറെ എടുക്കാം. ഫുഡിന്റെ കുറച്ച് സെറ്റപ്പ് കുറെ വേണ്ടേ. അപ്പം അതിനാണ് ഇനി നമുക്ക് പാർട്ട് 2ൽ നമുക്ക് മൈനിനാണ്. ഇനി ഒരു വില്ലേജ് വേറെ അടുത്ത പാർട്ടിയിൽ വേറെ നമ്മൾ കണ്ടുപിടിക്കണുള്ളൂ. കുറെ കോളുണ്ട്, നമുക്ക് ആവശ്യമുള്ള കോളുണ്ട്. നമ്മുടെ വീടിന്റെ ചുറ്റും ഫുള്ളും ടോർച്ച് വെക്കണം. അല്ലെങ്കിൽ മോബ് ഇങ്ങനെ സ്പോൺസ് ചെയ്യുന്നത് നമ്മൾ വരെ കാണില്ല. അത്രയും ഇന്നലെ എന്നിട്ട് രാത്രി നല്ലതായിട്ട് മോബ്സ് കുറെ സ്പോൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി അതുപോലെയൊക്കെ നമ്മൾ ഹാർഡാണ് നോർമൽ ഇട്ടിരിക്കുന്നത്. അതാണ് ഇത്ര കുറേ വരുന്നത്. ഹാർഡ് കുറേടാണെങ്കിൽ എന്തിനാണെങ്കിൽ കുറേ ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഗൈസ്. കേവിൻ്റെ അടിയിൽ ഇപ്പം പോകാൻ പറ്റില്ല ഗൈസ്. നമുക്ക് ടോർച്ച് കുറേ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി നമുക്ക് കുറച്ച് മരം കുറവ് വേണ്ട ഗൈസ്. കുറച്ച് സ്റ്റോൺസും വേണം. നമുക്ക് അയൺ ഏജിലേക്ക് എത്തണം. അതിനാണ് നമ്മൾക്ക് സ്റ്റോൺസ് കുറേ ഇല്ലെങ്കിൽ നമുക്ക് കളി നടക്കാൻ പറ്റില്ല. അതെ, സോംബിയുടെ സൗണ്ട് ഇപ്പം തന്നെ കേൾക്കുന്നുണ്ട് ഗൈസ്. കോപ്പർ നമുക്ക് ഇപ്പോൾ ഒരു ആവശ്യമില്ല. കോപ്പറൊന്നും കാര്യമില്ലാത്ത സാധനമാണ്. അതവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് ഇനി കുറച്ചും കൂടി സ്റ്റോൺസ് കളക്ട് ചെയ്താൽ മതി. സോംബിയുടെ കുറച്ച് സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടെ നിന്നാണ് നമുക്കും പോലും അറിയില്ല ഗൈസ്. നല്ലോണമായിട്ട് കേൾക്കുന്നുണ്ട്. എവിടെയാന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നമുക്ക് ഇനി കുറച്ചും കൂടി ബെഡിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ബെഡില്ലെങ്കിൽ നമ്മൾ ഗൈസ് നമുക്ക് അറിയുന്നതല്ലേ, നമ്മൾ കത്തമാവും ഗൈസ്. അത് ഫുള്ളും തോന്നികളവിടെ. നമ്മുടെ അവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളും ജസ്റ്റ് ഓർ വെച്ചിട്ടുണ്ടായിരുന്നു.
ഓ മരമില്ലല്ലേ, നമുക്കിപ്പോൾ ഇത് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. ഇത് രാത്രിയാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ മൂഞ്ചും ഗൈസ്. ഒരെണ്ണം ഡീലും കൂടി വിൽക്കാം ഗൈസ്, അത് നല്ലത്. അല്ലെങ്കിൽ ഇവിടെ കുറേ മോബ് സ്പോൺസ് ആവും, അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും മൂഞ്ചും ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫർണക്സ് ഉണ്ടാക്കണം. ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് എന്തെങ്കിലും തിന്നണ്ടേ ഗൈസ്. അപ്പം നമ്മളിനി സ്റ്റോണേജ് ആവാറായിട്ടില്ലേ, അപ്പം നമുക്കിതൊന്നും ആവശ്യമില്ല, നമുക്കിത് കത്തിച്ച് കളയാം ഗൈസ്. നമുക്കതൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു 2-3 മരം എടുത്താൽ മതി, കാര്യം കഴിഞ്ഞു ഗൈസ്. ഈ മരം തന്നെ നമുക്ക് എടുക്കാം ഗൈസ്. നല്ല വിശപ്പുണ്ട്, നമ്മൾ അത്യാവശ്യം പണിയോടെ എടുത്തതല്ലേ, അപ്പം വിശക്കാണ്ടിരിക്കുന്നുണ്ടാവോ ഗൈസ്. നമ്മളെടുത്ത് തിന്നും ഗൈസ്. സോംബികൾ കുറെ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് രാത്രി കുറെ ആവട്ടെ, നമുക്ക് ശരി നമ്മളിപ്പോൾ കുറച്ചും കൂടി പവർ ആവാം. ഓരോ അപ്ഗ്രേഡ് ചെയ്യണം. വില്ലേജ് കുറെ കണ്ടുപിടിച്ച് നെതറിൽ പോയി കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക നമ്മുടെ ഈ സീരീസ്. അത്രേ ഉള്ളൂ. ഒരു വില്ലേജ് ആദ്യം കണ്ടുപിടിക്കണം. ആദ്യത്തെ ടോപ്പിക്ക് നമുക്ക് ട്രീ ഹൗസ് ഉണ്ടാക്കണം. രണ്ടാമത്തെ നമുക്ക് അയൺസ് കുറെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഫുള്ള് സ്യൂട്ടും എല്ലാതും റെഡിയാക്കണം. ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് കണ്ടുപിടിച്ചിട്ട് അവിടെ വേറെ കുഞ്ഞൊരു വീടുണ്ടാക്കണം. ഞാൻ അവിടെ നിന്ന് ഡയമണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ മറ്റേ പഴയ ഒരു പോർട്ടൽ കുറേ ഉണ്ടാവും, റൂയിൻ പോർട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടൽ കുറേ ഉണ്ടാവും. അത് കുറെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത്രയും സെറ്റ് ആവും. 2000 years later. അപ്പോൾ ഗൈസ് നമ്മൾ മൈനിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊരു ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അയൺ വേണം കേട്ടോ. ഗോൾഡ് കുറേ എടുക്കണമെങ്കിൽ നമുക്ക് അയൺ തന്നെ വേണം. ഗൈസ് ഇനി എവിടേക്ക് കുറേ മൈനിനായിട്ടും പറഞ്ഞിട്ട് അയൺസ് ഒന്നും കിട്ടണില്ല കേട്ടോ ഗൈസ്. നമുക്കൊരു ഗോൾഡ് മാത്രം കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു റെഡ് സ്റ്റോൺസ് വരെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ അയണില്ല ഗൈസ്. അയൺ പിക്കാസ് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റുള്ളൂ. അയ്യോടാ, ഇവിടെ അയണൊന്നും ഇല്ലല്ലോ ഗൈസ്. അയണുള്ള നമുക്ക് എങ്ങനെയെങ്കിലും അയ്യം കണ്ടുപിടിക്കണം. നമുക്ക് അയ്യം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ആദ്യമായിട്ട് നമുക്ക് അയ്യം കിട്ടി. നമുക്ക് അയ്യണിന് വേണ്ടി അതിന് ഇത്ര കഷ്ടപ്പാട്. നമുക്ക് അങ്ങനെ 2 അയ്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അയ്യണിനെയും കൂടി കണ്ടുപിടിക്കാൻ പോകാം. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ കുറെ സ്ഥലത്തേക്ക് വന്നിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതൊരു വലിയൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ നിന്ന് കുറേ നമ്മൾ ചത്ത് കഴിഞ്ഞു ഗൈസ്. എന്ന് പറയാം. ഇനി ഇവിടെ കുറെ അയ്യണം ഉണ്ടാവോ ഗൈസ്. 2 hours later. നമ്മളങ്ങനെ അടുത്ത അയ്യം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം അയ്യൻസ് ഉണ്ട് ഇവിടെ. അതുപോലെ നമ്മുടെ ഇവിടെ നല്ല മഴയുണ്ട് ഗൈസ്. ഇന്നലെ ഒരു മഴ പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് നല്ല മഴയുണ്ട് ഗൈസ്. നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നെനിക്ക് മനസ്സിലായി. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്, മുടക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ. അങ്ങനെ മുടക്കും വന്നു, ഫുള്ളും സെറ്റായി ഗൈസ്. അയ്യൻ്റെ ഗൈസ് നമുക്ക് അയ്യം കിട്ടി നമ്മൾ ചാവും ഗൈസ്. ഇത്ര അയ്യാണ് നമുക്ക് കിട്ടിയത് ഗൈസ്. ഇനി വീണ്ടും അന്വേഷിക്കാൻ പോകണം. 1 hour later. ഗൈസ് അങ്ങനെ നമുക്ക് അടുത്ത അയ്യണം കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇന്ന് അയ്യൻ്റെ ദിവസം തോന്നുന്നത്.
ഇനി കഴിച്ചു നമുക്ക് ഡയമണ്ട് പോലെ കണ്ടുപിടിച്ചാലേ നമുക്ക് നെതറിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനൊരു ഡയമണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താവും, നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ അയൺ പിക്കാസ് വേണ്ടേ. ഇവിടത്തെയും കഴിഞ്ഞു ഗൈസ്. എന്നാലും ഇനിയുണ്ടല്ലോ, കഴിഞ്ഞ ഗൈസ്. ഇനി നമ്മുടെ ലാക്ക് 5 ഷോർട്സും കൂടി ഉള്ളു. 2000 years later. അപ്പോൾ അപ്പോൾ നമുക്കങ്ങനെ 20 അയൺ കിട്ടിയിട്ടുണ്ട്, 21 അയൺസ് കിട്ടി. അപ്പോൾ നമ്മളങ്ങനെ ഇനി നമുക്ക് ഇനി അയൺസിൻ്റെ എല്ലാ സ്യൂട്ട് ഉണ്ടാക്കാം. ഇനി കുറച്ചും കൂടി അയൺ കിട്ടി കഴിഞ്ഞാൽ എല്ലാതും റെഡിയാക്കാൻ പറ്റുമോ. അയണാക്സും എന്നിട്ട് പിക്കാസും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ടും കൂടിയും കണ്ടുപിടിച്ചാൽ മതി. ഡയമണ്ട് പിക്കാസും കൂടി ഉണ്ടാക്കി വില്ലേജിലേക്ക് പോവാം. അങ്ങനെ കുറച്ച് അടുത്ത പാർട്ട് 3 വരും. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അയൺ വെയിറ്റ് വരെ നമുക്ക് ഇത് മെൽറ്റാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.